ഹായ് കുട്ടികളെ, നമ്മളിന്ന് ബേസിക് സയൻസിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. എന്താണ് അടുത്ത ഭാഗം? എന്താണ്? വാട്ടർ ഇൻ മെനി ഫോംസ് അല്ലേ, ജലം പല രൂപത്തിൽ. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രത്തിലേക്ക് നോക്കൂ. കുറേ ഐസ് ക്യൂബുകളുടെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ ചിത്രത്തിൽ. നോക്കിയേ, ഹൗ ഈസ് ഐസ് ഫോംഡ്? ഐസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഐസ് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. ഐസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വെള്ളത്തിൻ്റെ ഖര അവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫോർ സ്പോയിലിംഗ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാം. ശരിയല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ മീനും അതുപോലെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചാൽ നമ്മളെവിടെ സൂക്ഷിക്കുന്നത്? ഫ്രിഡ്ജിലല്ലേ സൂക്ഷിക്കുന്നത്. എന്തിനാ? കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മളിതൊക്കെ അത് ഫ്രിഡ്ജ് വെക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഉപയോഗം എന്തെഴുതാം? ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്. പിന്നെന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഐസ്? ടു കൂൾ ഡ്രിങ്ക്സ് അല്ലേ, നമ്മൾ കുടിക്കുന്ന വെള്ളം തണുപ്പിക്കാൻ, ജ്യൂസുകളൊക്കെ തണുപ്പിക്കാൻ നമ്മൾ ഐസ് ക്യൂബ്സ് ഇടത്തില്ലേ, അതിന് വേണ്ടി നമ്മൾ ഐസ് ഉപയോഗിക്കും. പിന്നെന്തിനുപയോഗിക്കും? ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ഇഞ്ചുറീസ് അല്ലേ. എന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് നമ്മുടെ എവിടെയെങ്കിലും ശരീരഭാഗത്ത് എവിടെയെങ്കിലും മുറിവ് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ നമ്മൾ ഐസ് വെച്ച്, ചതവോ മുറിവ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് വെക്കും? ഐസ് വെക്കത്തില്ലേ? മിക്കവാറും നമ്മൾ ഇടിച്ച് ചതവൊക്കെ പറ്റുവാണെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയൊക്കെ അവിടെ കൊണ്ട് ഐസ് വെക്കുന്നത് കാണാറില്ലേ? അപ്പോൾ ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ഇഞ്ചുറീസ്. നമ്മുടെ ഇടിച്ച് എന്തെങ്കിലുമൊക്കെ ചതവോ അല്ലെങ്കിൽ സ്വെല്ലായിട്ടൊക്കെ വരുവാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഐസ് വെക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം? അല്പസമയം ഐസ് പുറത്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്താണ് അതിന് കാരണം? നോക്കിയേ, പ്രിപ്പയർ എ നോട്ട് ബൈ ഒബ്സർവിങ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ഐസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ പരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഐസിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇനി താഴത്ത് പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് കുറേ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്. ഒബ്സർവേഷൻസ് എന്തുവാ? എന്ത് ചെയ്യും? ഒരു പാത്രത്തിൽ ഇത് വെച്ചിരിക്കുക. അപ്പം ഐസ് എന്താകും? ഇറ്റ് മെൽസ് ഇൻ ടു വാട്ടർ അല്ലേ. അതെന്തായിട്ട് മാറും? വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യും, അലുത്ത് പോകും. ഇറ്റ് ടേൺസ് ഇൻ ടു വാട്ടർ ആൻഡ് ഇവഞ്ച്വലി ബോയിൽസ്. പിന്നെന്താ? അപ്പോൾ ആദ്യം തന്നെ ഇറ്റ് മെൽസ് ഇൻ ടു വാട്ടർ. അപ്പം നമ്മൾ വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസലിനകത്തൊരു ഐസ് വയ്ക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്താകും? ഇറ്റ് മെൽസ് ഇൻ ടു വാട്ടർ. അത് വെള്ളമായി മെൽറ്റ് ആകുന്നു. അടുത്ത് നോക്കിയേ, വെൻ ഐസ് ഈസ് ഹീറ്റഡ്. ഐസ് ഹീറ്റ് ആവുകയാണെങ്കിൽ, ഐസിനെ ഹീറ്റ് ചെയ്യുവാണെങ്കിലോ ഇറ്റ് ടേൺസ് ഇൻ ടു വാട്ടർ ആൻഡ് ഇവഞ്ച്വലി ബോയിൽസ്. ആദ്യം അത് വെള്ളമായിട്ട് മാറുന്നു, പിന്നെ അത് തിളയ്ക്കാൻ തുടങ്ങുന്നു അല്ലേ. ഐസ് ചൂടാക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. ആദ്യം വെള്ളമായിട്ട് മാറിയിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നു. പിന്നെ അടുത്ത തേർഡ് നോക്കിക്കേ, വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്. വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്. പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോഴോ ഇറ്റ് ടേൺസ് ഇൻ ടു സ്റ്റീമായി മാറുന്നത് നീരാവിയായിട്ട് മാറുന്നു അല്ലേ. ശരിയല്ലേ? അടുത്ത ഫോർത്ത്, വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് വാട്ടർ. വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? കണ്ടൻസേഷൻ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ അല്ലേ. കണ്ടൻസേഷൻ്റെ ഭാഗമാണ്. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ മൂടി വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ ബബിൾസ് കാണാം അല്ലേ. ബബിൾസ്, നീരാവിയുടെ ബബിൾസ്, വെള്ളത്തുള്ളി, ഡ്രോപ്ലെറ്റ്സ് പോലെ കാണാം. അതിനാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാണുന്നത്? വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് വെസൽ. വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? കണ്ടൻസേഷൻ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. അവിടെ എല്ലാം വെള്ളത്തുള്ളികൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? ഐസ് ഒരു വെസലിലേക്ക് വയ്ക്കുവാണെങ്കിൽ അത് ആദ്യം വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യുന്നു. സെക്കൻഡ് അതിനെ ഹീറ്റ് ആക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് വെള്ളമായിട്ട് മാറിയിട്ട് തിളയ്ക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? വെൻ ദ വാട്ടർ വെസൽ ബോയിൽസ്. തിളയ്ക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? അത് സ്റ്റീമായിട്ട് മാറുന്നു. അത് കഴിയുമ്പോഴോ അത് അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ എങ്ങനെയാ? ഡ്രോപ്ലെറ്റ് ആയിട്ട് കാണപ്പെടുന്നു അല്ലേ. വെള്ളത്തുള്ളികൾ ആ അടപ്പിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്നു. മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, അടുത്ത് നോക്കാം. In many situations, we use the ability of water to conduct heat. Which are those situations?
ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. ശരിയല്ലേ? ചൂട് വഹിക്കാനുള്ള കഴിവുണ്ടല്ലോ അല്ലേ വെള്ളത്തിന്? ഈ ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ? അങ്ങനെയാണ് ഇവിടെ ചോദിച്ചത്. വിച്ച് ആർ ദോസ് സിറ്റുവേഷൻസ്? ഏതൊക്കെയാ? നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. ഫോർ കുക്കിംഗ് റൈസ്, അരി വേവിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയല്ലേ? പിന്നെന്തിനാ നമ്മൾ ബോയിലിംഗ് വെജിറ്റബിൾസ് അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ തിളപ്പിക്കാൻ വേവിക്കാൻ നമ്മൾ ഉപയോഗിക്കത്തില്ലേ? പിന്നെന്താ ഉപയോഗിക്കുന്നത്? മേക്കിംഗ് ടീ ഓർ കോഫി, ചായ അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കാൻ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. പിന്നെ ഹീറ്റിംഗ് വാട്ടർ ഫോർ ബാത്തിങ്, കുളിക്കുന്നതിന് വെള്ളം ചൂടാക്കിയില്ല നമ്മൾ. ആ വെള്ളത്തിനുള്ള ചൂട് താങ്ങാനുള്ള കഴിവിനെയല്ലേ, ചൂട് വഹിക്കാനുള്ള കഴിവിനെയാണ് ഇവിടെയെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഹീറ്റിംഗ് വാട്ടർ ഫോർ ബാത്തിങ്, വെള്ളം കുളിക്കുന്നതിന് വേണ്ടി വെള്ളം ചൂടാക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ എബിലിറ്റി, വാട്ടറിൻ്റെ ഈ ചൂട് വഹിക്കാനുള്ള എബിലിറ്റിക്കുള്ള സന്ദർഭങ്ങൾ. Haven't you noticed that when water is heated? ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ശരിയല്ലേ? What happens to the moisture in the wet clothes as they get dry? Discuss. നനഞ്ഞ തുണി, അതായത് what happens the moisture in the wet clothes as they get dry? നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു? അതിലൊത്ത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉള്ള പോയിന്റ്സ് ആണ് താഴെ നമുക്ക് തന്നിരിക്കുന്നത് ആ കോളത്തിൽ. The spreading of small particles of liquid from its surface to the surroundings is called വേപ്പറൈസേഷൻ. എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്താ വിളിക്കുന്നത്? വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നു. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ്സ് സർഫസ് ടു ദ സറൗണ്ടിങ്സ് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഓക്കെ. ആസ് ദ സബ്സ്റ്റൻസ് ഹീറ്റ്സ് അപ്പ് ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇൻക്രീസസ്. എന്ന് വെച്ചാൽ എന്തുവാ? ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട് അല്ലേ? എല്ലാ താപനിലയിലും ഈ ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട്. ചെറുതാണേലും വലുതാണേലും ഏതിലാണേലും ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട്. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ഇൻ ഓൾ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. അതാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം, ഏക സബ്സ്റ്റൻസ് ഏതാ? ജലമാണ്, വാട്ടറാണ് അല്ലേ? മനസ്സിലായ മക്കളെ? ഇത് പഠിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് വേപ്പറൈസേഷൻ എന്ന് പഠിക്കണം. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ്സ് സർഫസ് ടു ദ സറൗണ്ടിങ്സ് ഇസ് കോൾഡ് വേപ്പറൈസേഷൻ. ഓക്കെ. അടുത്ത് നോക്കാം. അടുത്തത് വാട്ടർ ലെവൽ. എന്ന് വെച്ചാൽ എന്താ? ജലനിരപ്പ് അല്ലേ? Look at the builder who measures the level using the level tube filled with water. കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കും. നോക്കൂ, നമ്മുടെ വീടൊക്കെ പണിയുമ്പോഴത്തേന് നമുക്ക് അളവെടുക്കാൻ വേണ്ടി ഒരു ട്യൂബ് കൊണ്ടുവരും അല്ലേ? വെള്ളം നിറച്ചൊരു ട്യൂബ് കൊണ്ടുവരും അല്ലേ? ഒരു ലെവൽ ട്യൂബ് ഉണ്ട്, അതിൽ വെള്ളം നിറച്ചിട്ടാണ് അവർ കൃത്യമായിട്ട് വീടൊക്കെ പണിയുമ്പോൾ അളവെടുക്കുന്നത്. മേക്ക് ദ അപ്പാരറ്റസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. pour water in any bottle and observe what is happening. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. 3 ബോട്ടിൽ ഇരിക്കുന്നത്. ഏത് ഷേപ്പിലുള്ള ബോട്ടിലും ആകാം. ഓക്കെ. പല ഷേപ്പിലുള്ള ബോട്ടിലാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചിത്രീകരണത്തിലേതുപോലെ ഒരു ഉപകരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് നോക്കൂ. എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നവർ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഉപകരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കുപ്പി വെള്ളം ഒഴിക്കുമ്പോൾ എന്താ? അതായത് വാട്ടർ സീക്സ് ഇറ്റ്സ് ഓൺ ലെവൽ റിഗാർഡ്ലെസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ എന്താ? വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? അത് ഏത് ഷേപ്പ് ആയിക്കോട്ടെ, 3 പാത്രത്തിനും ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഒരെണ്ണത്തിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പം 3ലും ഒരേ ലെവലായിരിക്കും അല്ലേ? ഏത് ഷേപ്പ്, കണ്ടെയ്നറിൻ്റെ ഷേപ്പ് ഏതും ആയിക്കോട്ടെ, 3ലും എന്തായിരിക്കും? ഒരേ അളവിലായിരിക്കും, ഒരേ ലെവലിലായിരിക്കും. അളവിലല്ല, ഒരേ ലെവലിലായിരിക്കും എന്ത് നിൽക്കുന്നത്? വാട്ടർ നിൽക്കുന്നത് അല്ലേ? നോക്കിക്കേ അടുത്ത്. What will happen to the water level in the wells of the nearby houses when water bodies dry up? ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ഇത് വാട്ടർ ലെവൽ, അതായത് നമ്മുടെ ജലാശയങ്ങൾ, അതായത് നമ്മുടെ വീടിന് അടുത്തുള്ള കുളങ്ങളൊക്കെ
പിന്നെ കുളങ്ങളിലേക്ക് വെള്ളം കുറയുമ്പോൾ നമ്മുടെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ വാട്ടർ ലെവൽ, അതിൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത്. ദ വാട്ടർ ലെവൽ ഇൻ ദ നിയർ ബൈ വെൽസ് ഡിക്രീസസ്. നമ്മുടെ സമീപത്തെ ജലസ്രോതസ്സുകളിലേക്ക് വെള്ളം കുറയുമ്പോൾ നമ്മുടെ കിണറുകളിൽ വെള്ളം എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ ലെവലും ഡിക്രീസ് ആവുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് വെൽസ് ആർ ഓഫൺ കണക്റ്റഡ് ടു ദ സെയിം അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ്. അപ്പം ഈ നമുക്ക് നമ്മുടെ സമീപത്തുള്ള ജലസ്രോതസ്സുകളിലേക്ക് എങ്ങനെ വെള്ളം കിട്ടുന്നത്? നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്രോതസ്സ് അല്ലേ, അണ്ടർഗ്രൗണ്ട് വാട്ടർ വഴിയല്ലേ കിട്ടുന്നത്. അപ്പം ഈ വെൽസും, അതായത് ഈ വെൽസും ആ ജലസ്രോതസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഈ അണ്ടർഗ്രൗണ്ട് സോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ജലാശയങ്ങളിലെ വെള്ളം കുറയുമ്പം നമ്മുടെ വീടുകളിലെ കിണറുകളിലെ വെള്ളം എന്ത് ചെയ്യും? അതിൻ്റെ ജലനിരപ്പും കുറയും അല്ലേ. ഓക്കെ, അടുത്ത will the uncontrolled use of water by industries affect the availability of water in that area? വ്യവസായശാലകൾ, അതായത് ഇൻഡസ്ട്രീസ് ഒക്കെ കൂടുതൽ വെള്ളം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ് ആവും അല്ലേ. ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ പഠിച്ചു ഓട്ടോമാറ്റിക്കലി നമ്മുടെ നിയർ ബൈ വെൽസുകളൊക്കെ എന്ത് ചെയ്യും? വെൽസുകളിലേക്ക് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്യാവും അല്ലേ, ഡിക്രീസ് ആയി പോകും, വാട്ടർ ലെവൽ കുറഞ്ഞു പോകും. വെൻ ദ ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസസ് then ഓട്ടോമാറ്റിക്കലി ദ നിയർ ബൈ വെൽസ് വാട്ടർ ലെവൽ ഡിക്രീസസ്. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ താഴ്ന്നു പോകുകയും അതിനനുസരിച്ച് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നിയർ ബൈ വെൽസുകളുടെ വാട്ടർ ലെവലും താഴ്ന്നു പോകുന്നു അല്ലേ, ഇൻഡസ്ട്രീസ് കൂടുതൽ വെള്ളം എടുക്കുമ്പോൾ. ഓക്കെ, വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. ഇത് വാട്ടർ അതിൻ്റെ വിധാനം, അതായത് അതിൻ്റെ ലെവൽ പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു സവിശേഷതയാണ് അല്ലേ. ജലം അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അടുത്തത് വാട്ടർ സോഴ്സസ് എന്ന് വെച്ചാൽ എന്തുവാ? ജലസ്രോതസ്സുകൾ. എർത്ത് ഈസ് എ വാട്ടറി പ്ലാന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എർത്ത് എന്ന് പറയുന്നത് എന്തുവാ? ഒരു വാട്ടറി പ്ലാനറ്റാണ്, ഒരു ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി അല്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഈസ് ദ മെയിൻ ബോഡി ഓഫ് വാട്ടർ ഓൺ എർത്ത്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഭൂമിയിലെ പ്രധാന ജലശേഖരം ഏതാണ്? ഏതാണ് ജലശേഖരം? നമുക്കറിയാമല്ലേ, കടലല്ലേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കുന്നത്. Sea water contains large amount of dissolved salts, so it cannot be used for daily needs. അതായത് വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് കടലും കരയും തന്നിട്ടുണ്ട് ചിത്രത്തിൽ അല്ലേ. അപ്പോൾ കടൽ വെള്ളത്തിൽ എന്തുവാ? ധാരാളം ഉപ്പല്ല കടൽ വെള്ളത്തിലുള്ളത്. ഉപ്പ് മാത്രമല്ല വേറെ അധികം ലവണങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ കടൽ വെള്ളത്തിൽ വലിയ അളവിൽ ലവണങ്ങളൊക്കെ ലയിച്ച് ചേർന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് കുടിക്കാനോ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനോ എന്തിനെങ്കിലും ഈ സീ വാട്ടർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഓക്കെ, റൈറ്റ് ഡൗൺ ദ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുപാടുകളിലെ ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് ഏതൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള ഫ്രഷ് വാട്ടർ സോഴ്സസ്? നമുക്കറിയാം അല്ലേ, വെല്ലുണ്ട്, പോണ്ടുണ്ട്, ലേക്ക്, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ശുദ്ധജല സ്രോതസ്സുകളല്ലേ. വെല്ല്, പോണ്ട്, ലേക്ക് ഇവയൊക്കെ അല്ലേ. വാട്ടർ റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ് ത്രൂ റെയിൻ. ഈ ജലസ്രോതസ്സുകളിൽ വെള്ളമെത്തുന്നത് എങ്ങനെയാണ്? വെള്ളമെത്തുന്നതൊക്കെ എങ്ങനെയാണ്? മഴയിലൂടെയല്ലേ, മഴയിലൂടെയാണ്. അടുത്ത് നോക്കിയേ, വാട്ടർ ഡ്രോപ്സ് സേസ്. ജലത്തുള്ളിക്ക് പറയാനുള്ളത് എന്താ? ജലത്തുള്ളി നമ്മളോട് പറയുന്നത് നോക്കുക. ലിവിങ് ബീയിങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് അസ്. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല അല്ലേ. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എന്താ? ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ജലാശയങ്ങളൊക്കെ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ഉയരുന്നു. വി ദെൻ ഗെറ്റ് കൂൾഡ് ആൻഡ് ടേൺ ഇൻ ടു റെയിൻ ക്ലൗഡ്സ്. പിന്നെന്തുവാ? പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി ഞങ്ങൾ മാറുന്നു അല്ലേ. Then small particles in the rain clouds combine together as raindrops and fall to earth. പിന്നെന്തുവാ? അവിടെ വെച്ച് ചെറു കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ എന്താ?
ദസ് വി ബിക്കം പാർട്ട് ഓഫ് വാട്ടർ സോഴ്സസ് എന്ന് വെച്ചാൽ അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. അപ്പോൾ ജലത്തുള്ളി എന്തൊക്കെയാണ് പറയുന്നത്? ലിവിങ് ബീയിങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് അസ്, അല്ലേ? ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണുകുകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് എന്തായി മാറുന്നു? മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ എന്താവുന്നു? ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. അടുത്ത് നോക്കിയേ, ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രഷ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്, അല്ലേ? ബട്ട് സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് വാട്ടർ പൊല്യൂഷൻ. എന്നാൽ മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ എന്തിന് കാരണമാകുന്നു? ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഒബ്സർവ് ദ കേസസ് ഗിവൺ പോലെ കുറച്ച് കേസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ കേസുകൾ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് ജലം പൊല്യൂട്ടഡ് ആകുന്ന, അല്ലേ? നമ്മുടെ നിയർ ബൈ പിന്നെ വാട്ടർ സോഴ്സസ് ഒക്കെ പൊല്യൂട്ടഡ് ആകുന്ന പല ഡിഫറെൻറ്റ് കേസസുകൾ, അപ്പം ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിക്കേ, അതായത് ഫാക്ടറികളിൽ നിന്നൊക്കെ വേസ്റ്റ് വാട്ടർ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് തള്ളുന്ന ഒരു പടം തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കന്നുകാലികളെയൊക്കെ വെള്ളത്തിലിറക്കി കുളിപ്പിക്കുന്നത് മൂലം ജലം മലിനമാകുന്നത് ഒരു ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്ന നമ്മുടെ പിന്നെ ഈ ജലസ്രോതസ്സുകളിൽ വെള്ളത്തിലേക്ക് ഈ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്ന വഴി നമ്മുടെ ജലം പൊല്യൂട്ടഡ് ആവുന്നു. പിന്നെ എന്തുവാ, ആൾക്കാർ കുളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങി അലക്കുന്ന, ഡിറ്റർജൻ്റൊക്കെ കലക്കുന്നു, അങ്ങനെ അതുവഴി ജലം പൊല്യൂട്ടഡ് ആവുന്നു, അല്ലെ? മലിനമാവുന്നു. കണ്ടക്ട് എ ക്ലാസ് സെമിനാർ ഓൺ വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റെമഡീസ്. അതായത് ജലമലിനീകരണവും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ നടത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ലെറ്റ് us കൺസേർവ് ഫോർ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എന്തുവാ? കൺസേർവ് ഫോർ ഫ്യൂച്ചർ. നാളേക്ക് വേണ്ടി നമുക്ക് ജലത്തെ കൺസേർവ് ചെയ്യാം, കരുതി വയ്ക്കാം, അല്ലേ? നോക്കിയേ, വി ആർ ഇൻ എ പ്ലേസ് ദാറ്റ് റിസീവ്സ് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്, നമുക്കറിയാമല്ലോ. ബട്ട് ഇൻ സമ്മർ ദർ ഈസ് ഡ്രോട്ട് ഇൻ മെനി ഏരിയാസ്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട്, അതും നമുക്കറിയാം. ഇഫ് വി ഹാർവസ്റ്റ് റെയിൻ വാട്ടർ വി ക്യാൻ എൻഷുർ വാട്ടർ അവൈലബിലിറ്റി ഈവൻ ഇൻ സമ്മർ. മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് എന്തുറപ്പാക്കാം? ജലലഭ്യത ഉറപ്പാക്കാം. ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ഇല്ലസ്ട്രേറ്റഡ്. എന്താ? മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. നോക്കിയാൽ ഒന്നാമത്തെ എന്തുവാ? റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. മഴവെള്ള സംഭരണിക്കകത്ത് നമുക്ക് മഴ പെയ്യുമ്പം മഴ അതിനകത്ത് വന്ന് വെള്ളം അതിനകത്ത് കിടന്നോളും. അപ്പോൾ നമുക്കത് വേനൽക്കാലം ആകുമ്പം ആ സംഭരണി കിടക്കുന്ന വെള്ളം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. പിന്നെ ചെക്ക് ഡാം, തടയണ വഴി നമുക്ക് വെള്ളം സംഭരിച്ച് നിർത്താം. പിന്നെ അത് സ്റ്റോൺ വാൾ എന്ന് വെച്ചാൽ കയ്യാലൊക്കെ കെട്ടും. ഈ കയ്യാല കെട്ടി നമ്മൾ പിന്നെ ഇത് പൊക്കി കെട്ടി കയ്യാല പോലെ ഇങ്ങനെ വരമ്പ് പോലെ പൊക്കി കെട്ടി വെള്ളം സംഭരിച്ച് നിർത്താം. പിന്നെ വെൽ റീചാർജിങ് കിണർ റീചാർജ് അതായത് നമ്മളെ വീടിന് ചുറ്റും വെള്ളം പോകാത്തക്ക രീതിയിൽ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ ഫിൽറ്റർ വെച്ച് കിണറ്റിലേക്ക് കൊടുക്കുന്നതാണ് കിണർ റീചാർജിങ്. അതായത് നമ്മുടെ നമുക്ക് എന്നാലും വീടിന് പുറത്തേക്ക് മഴവെള്ളം വീഴും. അപ്പോൾ ആ വെള്ളം മുഴുവൻ നമ്മൾ കുഴലിൽ കൂടെ താഴത്തേക്ക് നമ്മുടെ മണ്ണിലേക്ക് വീണ് പോകുമല്ലേ. അപ്പോൾ ആ വെള്ളം മുഴുവൻ ഒറ്റ കുഴലിലേക്ക് കൂടെ ആക്കിയിട്ട് നമ്മൾ ഫിൽറ്റർ ഒരു കിണറിലേക്ക് വെക്കുന്നതിന് മുമ്പ് ആ വെള്ളം മുഴുവൻ നമ്മൾ ഫിൽറ്ററിലേക്ക് വെച്ചിട്ട് ഫിൽറ്ററിൽ നിന്ന് നേരെ അയച്ച് നമ്മുടെ കിണറ്റിലേക്ക് കൊടുത്താൽ നമുക്കത് ഉപയോഗമാക്കാം. അപ്പോൾ അങ്ങനെ കിണർ റീചാർജിങ് വഴി നമുക്ക് മഴവെള്ളം സംഭരിക്കാം. പിന്നെ എന്തുവാ? വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. മറ്റെന്തെല്ലാം മാർഗ്ഗങ്ങൾ നമ്മൾ ജലസംഭരണത്തിന് ഉപയോഗിക്കാമെന്നാണ്. എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം? നമുക്ക് ഉപയോഗിക്കാം അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉപയോഗിക്കാം, സാൻഡ് ഡാംസ് ഉപയോഗിക്കാം, വാട്ടർ ബ്ലാഡേഴ്സ്, പോൺസ്, ഇവയൊക്കെ നമുക്ക് മറ്റ് മാർഗ്ഗങ്ങളായിട്ട് ജലസംഭരണത്തിനുള്ള മറ്റ് മാർഗ്ഗങ്ങളായിട്ട് ഉപയോഗിക്കാം, അല്ലേ? പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ശുദ്ധജലം അമൂല്യമാണ്. പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ശുദ്ധജലം അമൂല്യമാണ്. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്, അത് പാഴാക്കരുത് എന്നാണ് നമ്മളോട് അവസാനമായിട്ട് ഇതിൽ നിന്നുള്ള നമുക്ക് ഈ പാഠം പഠിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവെന്താ? പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഓക്കെ മക്കളെ, ഇപ്പോൾ ഈ പാഠം നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുവാണ്. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.